മലയോരത്തെ റബ്ബർ കർഷകർ തോരാമഴയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നവംബർ അവസാനമായിട്ടും ടാപ്പിംഗ് പാതി വഴിയിലാണ്. മെയ് മാസം മുതൽ തുടങ്ങിയ മഴയാണ് ഇടയ്ക്കിടെ പെയ്യുന്നത്. മഴ കാരണം കൃത്യമായ ഇടവേളയിൽ ടാപ്പിംഗ് നടത്താൻ കഴിയാത്ത സാഹചര്യമായതിനാൽ റബ്ബർ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സെപ്റ്റംബറോടെ പതിവ് പ്രകാരം കർഷകർ ടാപ്പിംഗ് ആരംഭിച്ചെങ്കിലും നവംബറിലും മഴ തടസ്സമായി തുടരുകയാണ്. മെയ് അവസാനമോ ജൂൺ ആദ്യവാരമോ ആണ് സാധാരണ നിലയിൽ റെയിൻ ഗാർഡ് വെക്കാറുള്ളത്. എന്നാൽ കാലം തെറ്റി വന്ന മഴ എല്ലാം ചതിച്ചു. ഇത്തവണ മഴ നേരത്തെ എത്തിയതിനാൽ പലർക്കും റെയിൻ ഗാർഡ് വെക്കാനും പറ്റിയില്ല. റെയിൻ ഗാർഡ് ചെയ്യാനായി പശയും പ്ലാസ്റ്റിക്കും വാങ്ങി വെച്ചവർക്ക് പോലും ഇടാൻ പറ്റിയിട്ടില്ല. ഒരു മരത്തിൽ നിന്ന് കർഷകന്റെ വരുമാനം ഏതാണ്ട് 850 രൂപ മുതൽ 1000 രൂപ വരെയാണ്. കൂലി, രാസവളം, കീടനാശിനി, തോട്ടം വൃത്തിയാക്കൽ എന്നിവയുടെ എല്ലാം ചെലവുകൾ കണക്കാക്കിയാൽ ടാപ്പിംഗ് നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സാധാരണ നിലയിൽ പാൽ ലഭിക്കുന്ന സമയമാണെങ്കിലും റെയിൻ ഗാർഡ് ഇട്ട് ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് പോലും ഉദ്ദേശിച്ച അളവിൽ പാൽ ലഭിക്കുന്നില്ല. അതിനിടയിലാണ് മഴ മലയോര മേഖലയെ ദുരിതത്തിലാക്കിയതെന്ന് റബ്ബർ ഉൽപാദക സംഘം പ്രസിഡന്റ് ജെയിംസ് മുളകോത്ര പറഞ്ഞു. മെയ് മാസത്തിൽ തുടങ്ങിയ മഴയാണ്. ആ മഴ ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് മെയിനായിട്ട് ആദായം കിട്ടുന്ന ഒരു ടൈം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇന്നലെ ആദായമില്ല. കൂലിക്ക് പണിയെടുപ്പിക്കുന്നതിനൊന്നും ബാക്കി കിട്ടാനില്ല. റബ്ബറിൻ്റെ മുകളിൽ ഒറ്റ ഇരയില്ല. അതുകൊണ്ട് റബ്ബറിന് പാലുമില്ല. എല്ലാ വർഷത്തെയും പോലെയല്ല, ഈ വർഷം എല്ലാ വർഷത്തേലും ഉൽപ്പാദനം പകുതിയായിട്ട് കുറയും. ഇതിനിപ്പോൾ ഒരു പരിഹാരമൊന്നും പെട്ടെന്ന് കൃഷിക്കാരനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ടാപ്പിംഗ് തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും വലിയ പ്രതിസന്ധിയാണ്. ഇതുകാരണം പലരും തോട്ടം പാട്ടത്തിന് കൊടുക്കുകയാണ്. പകുതിയായും മൊത്തമായും പാട്ടം കൊടുക്കുന്നവരുണ്ട്. മുൻപ് മറ്റു നാടുകളിൽ നിന്ന് മലയോരത്ത് റബ്ബർ ടാപ്പിംഗ് ചെയ്യാൻ ആളുകൾ എത്തിയിരുന്നു. തൊഴിലാളികളെ കിട്ടാത്തതിനാൽ വെറുതെ ഇട്ടിരിക്കുന്ന തോട്ടങ്ങളും ധാരാളമുണ്ട്. ഒരു മരം ടാപ്പ് ചെയ്യുന്നതിന് 2 മുതൽ 4 രൂപ വരെയാണ് കൂലി. പലയിടത്തും കൂലിയിൽ വ്യത്യാസമുണ്ട്. കർഷകർ പലരും പല രീതിയിലാണ് ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നത്. മഴ മാത്രമല്ല, രോഗങ്ങളും മരങ്ങളെ ബാധിക്കുന്നുണ്ട്. തുടർച്ചയായി ഇല കൊഴിയുന്നതും ഇത്തവണ കൂടിയിരുന്നു. ഉൽപാദനത്തിലും ഗണ്യമായ കുറവാണ് ഇതുമൂലം അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.